എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിന്റെ കൂടത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കടുകെല്ലാം പൊട്ടി വന്ന ശേഷം ഞാനിവിടെ ഒരു സവോള ചെറുതായി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറെല്ലാം ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയം നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മൂടി വെക്കേണ്ട കാര്യമില്ല. ഇത് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സാമ്പാർ പൊടി മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ ബൈ.